ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. മോർണിംഗ്. സിന്ധു മാളോസിന്റെ ഒരു അടിപൊളി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അടിച്ചു പൊളിച്ച് തകർത്ത് സന്തോഷമായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിട്ടും ഇന്നലത്തെ വീഡിയോ ഞാൻ ഇത് പറഞ്ഞിട്ട് പോയതാ, ഒന്നും ചെയ്യരുത്, പിന്നെ ഇവിടെ അത്യാവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ കൂടി ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം വന്നു കഴിഞ്ഞപ്പം ഇവിടെ എല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പം വേദനയാണ്, എനിക്ക് അവിടെ വേദന, ഇവിടെ വേദന, ഇവിടെ വേദന, ഇവിടെ വേദന, നടുവിന് വേദന, സ്പ്രേ അടിക്കും എന്ന് പറഞ്ഞാൽ ഇന്ന് വാക്ക് ഞാൻ കൊടുക്കും. അപ്പൊ എന്തായാലും പറഞ്ഞു സ്റ്റിക്കർ തോന്നുന്നു കേട്ടോ, രണ്ടെണ്ണം ചേട്ടായി നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാലും എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ ഒരു ഭംഗിയാണ് കാണാൻ. ചിലർക്ക് ഇഷ്ടമില്ല, സോറി കേട്ടോ, ഇഷ്ടപ്പെടാത്തവരൊക്കെ ക്ഷമിക്കുക. എനിക്കൊരു ചിലർ രണ്ടു മൂന്ന് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കമന്റിനകത്തൊക്കെ സ്റ്റിക്കർ വേണ്ടാന്നല്ലേ കേട്ടോ. എനിക്കൊരു ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാണ് സ്റ്റിക്കർ നമ്മൾ നേരത്തെ ഓർഡർ ചെയ്ത് പോയി. അതെ, കമന്റ് വേണ്ടത് അത് കഴിഞ്ഞ കമന്റ് ചെയ്ത്. അപ്പൊ ഇത് തന്നെ സ്റ്റിക്കർ നമ്മള് പഴയ സ്റ്റിക്കർ തന്നെ മേടിച്ചായിരുന്നു. എനിക്ക് ഇഷ്ടമാണ് കണ്ടപ്പോഴേ ചേട്ടാ അന്ന് തന്നെ ഓർഡർ ചെയ്ത് പൊളിച്ചു തന്നെ അതാ പറ്റിപ്പോയത്. അല്ലാതെ പിന്നെ അല്ല എന്നാ വെച്ചാൽ പുഷ്പങ്ങളൊക്കെ അല്ലേ, പുഷ്പങ്ങളും ശലഭങ്ങളും ഒക്കെ അല്ലേ. അപ്പൊ നമ്മുടെ പ്രകൃതിയെ നമുക്ക് ഇഷ്ടമുള്ളതല്ലേ. ഇത് ഏതാണെന്നറിയില്ല, എനിക്ക് തോന്നുന്നു ഇത് അപ്പുറത്ത് ഇപ്പുറത്ത് റോസ് പൂക്കളില്ലേ അതാണെന്ന് തോന്നുന്നത്. രണ്ടെണ്ണം ഞാൻ അറിയാതെ ഓർഡർ ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം ഒട്ടിക്കാൻ പറ്റിയില്ല. ഒട്ടിക്കാനൊക്കെ അമ്മ പറഞ്ഞു. അല്ല ഞാൻ ഒട്ടിക്കത്തില്ല, അമ്മ വർഷം കൂടെ വന്നാലും ഒട്ടിക്കാൻ പറ്റില്ല. നമുക്ക് ക്ഷമയില്ലേ, ക്ഷമ വേണം. നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് എങ്ങനെ എടുത്ത് നമുക്ക് നോക്കാൻ പറ്റില്ലേ? നോക്കാലോ, ഫ്ലിപ്കാർട്ടൊക്കെ നമുക്ക് പിന്നെ തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ല. ഇത് തിരിച്ചയക്കാൻ പറ്റില്ലേ? തിരിച്ചു കൊടുക്കേണ്ടി വരത്തില്ല, നല്ല ചിക്കനായിരിക്കും. ഇങ്ങനെ അങ്ങോട്ട് താഴോട്ട് വെച്ചാൽ മതിയല്ലേ? അയ്യോ നമ്മുടെ ഫ്ലവർ തന്നെയാണ് കേട്ടോ. പൂക്കള് തന്നെ. അപ്പൊ അടുത്തതും അത് തന്നെയായിരിക്കും. അടുത്തതും അത് തന്നെയായിരിക്കും. എന്തായാലും അതുകൊണ്ടൊന്ന് പൊട്ടിച്ചത് സെയിമാണ് കേട്ടോ. സെയിമാണ്, നല്ലതാണ്. ലേശം വ്യത്യാസമുണ്ട്. ലേശം കുഴപ്പമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ടാട്ടോ. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ റെഡിയാക്കി വെക്കാം. അയ്യോ അത് ഇതിനകത്താണോ? ഇരിക്കട്ടെ. ഇനി അങ്ങനെ തന്നെ ഒന്ന് സെറ്റാക്കണമെങ്കിൽ അതും അത് തന്നെയാണ്. അതെ, പൂതനയാ. ഓക്കെ. അപ്പൊ അത് രണ്ടും നമുക്ക് അങ്ങനെ സൂക്ഷിച്ചു വെക്കാം. എന്നിട്ട് പിള്ളേർ വട്ടെ. നമുക്ക് ഇതിനുള്ള ക്ഷമയില്ലാത്തതുകൊണ്ട് പിള്ളേർ വന്നിട്ട് കണ്ണെങ്ങാനും വരുവാണെങ്കിൽ ഞാൻ നോക്കാം. അല്ല, വിഷ്ണുവാണെങ്കിൽ ക്ഷമയുണ്ട്. എന്റെ ദൈവം സത്യം കേട്ടോ. വിഷ്ണു വന്ന് നിൽക്കുന്നതിനൊക്കെ എന്താ പറയുന്നത്, ചിലരൊക്കെ പറയുന്നുണ്ട് അച്ചിവിട്ടി വന്നിരിക്കുന്നത്. എന്നാ അച്ചിവിട്ടി വന്ന് നിൽക്കുന്നത് എന്ന് വെച്ചാൽ അവരുടെ വീട്ടിൽ അച്ചിവിട്ട ഇല്ലാത്ത അവരുടെ മക്കളെ കൊണ്ട് അവരുടെ മക്കൾക്ക് വരാൻ വയ്യാത്ത സ്റ്റേജ് ഉണ്ടാക്കി കൊടുത്തോണ്ടായിരിക്കും അവരെ അങ്ങനെ പറയുന്നത്. സത്യം കേട്ടോ. അച്ചിവീട് ഞങ്ങളുടെ വിഷ്ണുവും അമ്മുവും അച്ചിവീടൊന്നും ഇല്ലത്. അതെ, വിഷ്ണു ഇവിടെ വന്ന് ഇപ്പം നിന്നാലും അല്ല വിവരമില്ലാത്ത പറഞ്ഞോട്ടെ, അത് കുഴപ്പമില്ല. അച്ചിവിട്ടി വന്ന് അത് അവരുടെ മക്കളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർ പറഞ്ഞു. നമുക്കറിയാലോ, എല്ലാവർക്കും പൊതുജനം പല ഇതുമല്ലേ. അവരെ നോക്കുന്ന പോലെ തന്നെ എന്നെ നോക്കുന്നുണ്ട്. ഇവിടെ വരുമ്പോ എനിക്കിപ്പോ അവരുടെ കൂടെ പോകാൻ വയ്യാത്തൊരു കുഴപ്പമില്ല. അതിൽ അവർ വന്ന് കാറെ അങ്ങോട്ട് കൊണ്ടോ ഇങ്ങോട്ട് പോകാൻ ഞാൻ പറയും എനിക്ക് അവിടെ വേണം, വേറെ പരിപാടി വല്ലതും നോക്കും, നീ അമ്മയെ കൊണ്ട് പോകാൻ പറയും. അല്ല, പപ്പായ്ക്ക് അവധി എടുക്കാനല്ലേ ഞാൻ ഒരു കാര്യം പറയല്ലേ. നമുക്കൊരു കാര്യം ഉത്തരവാദിത്തം നിൽക്കുക. ഇപ്പം ഒരു കാര്യം മനസ്സിലാക്കും. ഇപ്പം ഇവിടെ വീട് പെയിന്റ് അടിയാകുമ്പോൾ നമുക്കറിയാം
അവനും അറിയാം. അപ്പം നമുക്കത് നിൽക്കാം. പിന്നെ അച്ചി വീട്ടിൽ പോയി നിൽക്കുന്നത് അത് എൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. എൻ്റെ വീട്ടിലാണ് നിൽക്കുക. ഞാനാ ചെലവിന് കൊടുക്കുന്നത്. അതല്ലാതെ ഇവരുടെ ആരുടെ അപ്പനും അമ്മയും ഒന്നും അല്ല കൊടുക്കുന്നത്, ഞാനാ കൊടുക്കുന്നത്. എൻ്റെ പിള്ളേർ കമന്റവല്ലേ കേട്ടോ, കമന്റവര് എൻ്റെ പിള്ളേർ വരുമ്പം ഞാൻ എന്തൊക്കെ അവർക്ക് മേടിച്ചു കൊടുക്കണം ഞങ്ങളുടെ സൗകര്യപ്പെട്ടത്. അതുകൊണ്ട് നിങ്ങളുടെ പിള്ളേർ വരുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിച്ചു കൊടുത്ത് സന്തോഷിപ്പിക്കും മക്കളെ. അതല്ലാതെ നമുക്കൊന്നും പറയില്ല. അപ്പം ഞങ്ങളുടെ വീട്ടിലെ കുടുംബക്കാരി നോക്കാൻ താങ്കൾ വരണ്ട. അത് വന്നാൽ അതിന് മറുപടി ഞാൻ ഇങ്ങനെയല്ല പറയുന്നത്, അതിന് വേറെ രീതി പറയും. ഞാൻ ഇതുവരെ ഒരു കമന്റിനും ഇങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല. പല കമന്റും വരുമ്പോൾ എനിക്ക് പറയാൻ അറിയത്തില്ലാഞ്ഞിട്ടല്ല. ഞാൻ പറഞ്ഞാൽ കൂടിപ്പോകും, ഭാഷയ്ക്ക് വ്യത്യാസം വരുമ്പോൾ അർത്ഥം മാറിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. അല്ല എനിക്ക് പറയാൻ അറിയത്തില്ലാത്തതുകൊണ്ടൊന്നുമല്ല. വരുമ്പോ നമുക്കിത് കൂട്ടിക്കാം കേട്ടോ. അപ്പം നാളത്തെ ഇനി വരാനുണ്ട്, രണ്ട് ദിവസക്കൂടെ വരാനുണ്ട്. അപ്പൊ ഇന്നിപ്പോ വൈകിട്ടാണ് കേട്ടോ. വൈകിട്ട് ഞാൻ ചേട്ടായി ഉള്ളപ്പോ ഒരു ഇന്റർവ്യൂയും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു. പിന്നെ ഇതന്നെ അതൊന്ന് പൊട്ടിക്കാനുള്ള ഒരു ആകാംക്ഷ കൂടെ ഉണ്ട്. അപ്പം നാളത്തെ വിശേഷങ്ങളൊക്കെ എന്നതാണ്. നല്ല അടിപൊളി വീഡിയോ ആയിരിക്കും, ആരും മിസ് ചെയ്യേണ്ടതാണ് കേട്ടോ. രാവിലെ തന്നെ അമ്മയുടെ അടുത്ത് വരെ ഒന്ന് പോവാണ് കേട്ടോ. അമ്മയ്ക്കാണ് ഒരു ഗിഫ്റ്റ് കിട്ടിയിരുന്നത്. ഞാൻ ഇത് ആർക്കാണെന്ന് കൊണ്ട് കൊടുക്കുമ്പോൾ പറയാനൊക്കെ പറഞ്ഞിട്ടില്ലായിരുന്നോ. അപ്പോൾ അമ്മൂൻ്റെ ഒരു ഗിഫ്റ്റ് ഒരു ചേച്ചിക്കുട്ടി കൊടുത്തു വിട്ടിരുന്നു. ഇത് അമ്മയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൊണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ വീണ്ടും ഒരു 5-6 വീടിനപ്പുറത്ത് എന്നാ പറയുന്നത് ഒരു പ്രായമുള്ള ചേട്ടൻ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ അടുത്ത് അമ്മയുടെ അടുത്ത് പോയിട്ട് തിരിച്ചു വരുമ്പം അതിലേയും കയറിയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടുണ്ടോ. എന്താണെന്ന് വെച്ചാൽ ഇപ്പം അങ്ങ് നേരെ പോയി വീട്ടിൽ പോയി അമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് അമ്മേനെ ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരുമ്പം മരിച്ച വീട്ടിലും കയറിയിട്ട് വരാമെന്നാണ് വിചാരിച്ചത്. ഒരു സത്യം പറഞ്ഞാലേ ഇന്നലെ 2 വീടിൻ്റെ അപ്പുറത്തെ പട്ടി ഇങ്ങനെ ഊരിയിട്ട് കാലം കൂവി എന്നൊക്കെ പറയല്ലേ അങ്ങനെ. അപ്പം പ്രിൻറ്റും മിറ്റത്തുണ്ടായിരുന്നു, ഞാനും മിറ്റത്തുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ പ്രിൻറ്റു ആ പട്ടി ഓരിയിട്ടാൽ ഉറപ്പാടി എവിടെയെങ്കിലും കേൾക്കാം. എൻ്റെ ദൈവം എന്നാ പറഞ്ഞാലും എന്ന് പറഞ്ഞു. അതെല്ലാം ഒരു 3 മരണം വെച്ച് നടക്കും ആ പട്ടി ഓരിയിട്ട് കഴിഞ്ഞാൽ. ഒരു കഴിഞ്ഞ പ്രാവശ്യമൊക്കെ അടുപ്പിച്ചടുപ്പിച്ച് അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങേ മലയിലും ഇങ്ങേ മലയിലും ഒക്കെ. അപ്പോൾ അത് ഓരിയിടുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു മനസ്സിനൊരു പേടി കൊടുക്കും, എന്തോ ഒരു ഇത് കൊടുക്കും, ഒരു അസ്വസ്ഥയാണ്. അപ്പോൾ അവളെ പറഞ്ഞു ചേച്ചി ഇന്നലെ ആംബുലൻസ് പോയില്ലേ, ആംബുലൻസിൻ്റെ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ പറഞ്ഞു. അങ്ങനെ ആരുതേ മതിയായിരുന്നടി എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ വൈകിട്ട് ചേട്ടായി വന്നപ്പോഴത്തേനും പറഞ്ഞു, രാത്രിയല്ല വെളുപ്പിന് ചേട്ടായി സ്റ്റാറ്റസ് അങ്ങനെ കണ്ടപ്പോൾ പറഞ്ഞു ഇന്ന് ചേട്ടായി കണ്ണ് തുറന്ന് ഉറക്കത്തിൽ നിന്ന് എന്നിട്ടിപ്പോൾ പറഞ്ഞ കാര്യം അതാണ്, ആ പാപ്പച്ചൻ ചേട്ടൻ മരിച്ചു പോയി കേട്ടോ. അന്നേരം ആ ചേട്ടനെ ഒന്ന് കാണാൻ പോകണം. സത്യത്തിൽ നമ്മൾ ആരും മരിക്കുന്നിടം വരെ ഒരു രോഗീനെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തിനും നമ്മൾ ആ വീട്ടിൽ പോയി അല്ലെ ആ ചേട്ടനെ കാണാൻ പോവാ, ചേച്ചിയെ കാണാൻ പോവാ. അത് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആരും അങ്ങനെയാണോ വന്നത്? മരിച്ച വീട്ടിൽ പോവാം, അല്ലെ ബോഡി കാണാൻ പോവാം, അല്ലെ ദൈവമേ ഒരു ജീവൻ നമുക്ക് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ഒരു മരണവും ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ ഉൾക്കൊണ്ട് മുമ്പോട്ട് പോകേണ്ടതല്ലേ. എത്ര കറക്റ്റായിട്ടുള്ള കാര്യമാണ്. നമ്മൾ ആരെ കൊണ്ടേലും മരണം പിടിച്ചു നിർത്താൻ പറ്റുമോ? ആരെ കൊണ്ടും പറ്റിയില്ല അല്ലേ. എന്നാണേലും ഒത്തിരി പ്രായമായെന്ന് വെച്ചാൽ എന്നാലും 10-65 വയസ്സ് കാണുമായിരിക്കും. ഞാൻ അറിയത്തില്ല എത്ര വയസ്സുണ്ടെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും തിരിച്ചു വരുന്ന വഴി അത് ഒന്ന് കണ്ടിട്ടും വരണം. പിന്നെ വന്നു കഴിഞ്ഞാലും എനിക്ക് കുറേ അധികം പണികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. മഴ മൂടലുണ്ട്. ഇന്ന് മഴ പെയ്യുമോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. വന്നു കഴിഞ്ഞാലും കുറേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പോയിട്ടൊക്കെ വരാം കേട്ടോ. കവറ് തപ്പതേ അതിനകത്ത് മുറുക്കാൻ മതി മാത്രമേ കാണത്തുള്ളൂ. അമ്മേനെ ഫോൺ വിളിക്കാൻ പഠിപ്പിച്ചു കേട്ടോ. സിന്ധുവാ പഠിപ്പിച്ചത്. പക്ഷെ പേര് മൊത്തം ചിപ്പിക്ക് അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ആരാണോ പാടുപെട്ട് പഠിപ്പിച്ചതെന്ന് അവരുടെ പേര് കൊണ്ട് പറയാൻ. ഇത് ഞാൻ സിന്ധുന്നും ചിപ്പിന്നും പറഞ്ഞില്ല. ഇല്ലേ, ഞാൻ രണ്ടുപേരുടെയും പേര് പറഞ്ഞില്ല. വിളിക്കുന്നവര് പറഞ്ഞ പാവം ചിപ്പി ഇത് പഠിപ്പിച്ചുകൊണ്ട് ഇടയ്ക്ക് ഒരു കോള് വരുന്നുണ്ട്. ആണോ? ഇപ്പൊ ഉഷയപ്പച്ചിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞത് ഇടയ്ക്കൊരു കോള് വരുന്നുണ്ട്. അച്ചുവൊക്കെ പോയിട്ട് വിളിച്ചോ? അച്ചുവൊക്കെ പോയിട്ട് വിളിച്ചോടി? വിളിച്ചായിരുന്നു. ഞാൻ എന്നോടും പറഞ്ഞായിരുന്നു. അല്ല വിളിച്ചു. ഓ ഫോണിനകത്തിന് വേറെ വല്ലതും പഠിപ്പിക്കാൻ പോവാണോ? എല്ലാരും നേരത്തെ പിടിച്ച് വിളിയാ. അല്ല സന്തോഷം ധൃതി വെച്ച് പണി ചെയ്യുക അത് കേട്ടോ. രാത്രിയിലെങ്ങാണ്ട് കൊണ്ട് സന്തോഷം ഫോണെ വല്ല അടിച്ച് സന്തോഷം മേടിച്ചു പോയി. ഇതെന്നെ രാത്രിയിലായപ്പോഴത്തേന് എന്നാ അമ്മയെന്ന് ചോദിച്ചു. ഒന്നുമില്ല മോനെ പരീക്ഷിച്ചൊക്കെ വിളിച്ചാൽ കിട്ടുമെന്നൊക്കെയാണ്. കുട്ടനെ വിളിച്ചോ?
അടുത്ത വിളിക്കും കട്ടാക്കും. അവരൊക്കെ എന്നാ സംഭവം പേടിയായി അവർക്ക് പേടിച്ചു. തിരിച്ചു വിളിച്ചപ്പോ ഞങ്ങൾ അടുത്ത ആൾ വിളിക്കില്ല, കിട്ടുന്നില്ല. അവന് അലോന്ന് വെക്കാനായിട്ട് ഞാൻ തരുന്നത് നിർത്തിയേ. അത് കഴിഞ്ഞിട്ട് അമ്മ അടുത്ത ആളെ വിളിക്കാൻ പഠിക്കല്ലേ, അവരിങ്ങോട്ട് വിളിക്കുമല്ലോ, പോലുമില്ല. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്ന് ചോദിച്ചു തച്ചിന് വിളിച്ചപ്പോ എന്നാ അച്ഛമ്മ എനിക്ക് വെച്ച് മോളം എടുത്തു. ഞാൻ പറഞ്ഞു കിട്ടുമെന്നറിയാൻ വിളിച്ചാൽ പറഞ്ഞു. എല്ലാരെയും കിട്ടുമെന്നറിയാൻ ഞാൻ വിളിക്കുന്നത്. ഇനി പരീക്ഷയ്ക്ക് കിട്ടാത്ത ഏതെങ്കിലും മക്കളെ ഉണ്ടോ? എല്ലാ മക്കളും കിട്ടി. അപ്പൊ പഠിപ്പിച്ചത് സിന്ധു. 2 മണിക്കൂറും കൊണ്ട് അത് പഠിപ്പിച്ചെടുത്തത്. അല്ല തന്നെ ഇരിക്കുമ്പോ എനിക്ക് എന്റെ ഒരു ഒച്ചയോ എനക്കോ ആയിട്ട് കഴിഞ്ഞാൽ എന്റെ ഫോൺ എടുത്തിട്ട് പതിയെ കുത്തി 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 വിളിക്കാതെ വിളിച്ചത് എടുക്കാനും അറിയത്തില്ല, വിളിക്കാൻ അറിയത്തില്ലായിരുന്നു. അതായാലും നന്നായി, നല്ല കാര്യമാണ് പഠിച്ചത് തന്നെ. വണ്ടി ഇടണം അതിനെല്ലാം കിട്ടും. ആ മക്കളുടെ മാത്രം ഫോൺ നമ്പറേ ഉള്ളോ? ഇപ്പൊ നേരത്തെ ആർക്കും അങ്ങോട്ട് വിളിച്ചില്ല, അമ്മ വിളിച്ചാൽ കുഴപ്പമില്ല. അമ്മയെ വിളിച്ചാലല്ലേ കിട്ടുള്ളൂ. അന്നേരം ഇനിയിപ്പൊ അമ്മയുടെ എന്നെ വിളിക്കാൻ ചോദിച്ചാൽ എനിക്ക് അടുത്ത് പറയാൻ പറ്റില്ല. അത് ശരിയാടി, അത് ശരിയാ. അത് നേരെ അതും പറഞ്ഞ വേറൊരു കാര്യം കൂടെ ഉണ്ട് നേരം. അമ്മ നേരത്തെ പറയുന്ന നടവിനറിയാം, എനിക്ക് ആരും അങ്ങോട്ട് വിളിക്കാറില്ല, ഇങ്ങോട്ട് വിളിച്ചാലേ എടുക്കാൻ. എടുക്കാൻ തന്നെയാണ് ഞാൻ എടുത്തോണ്ടത്. ഇനിയിപ്പോ അത് പറ്റില്ല. ഇനിയിപ്പോ ഇളയ മോളെ മൂത്ത മോളെ മാത്രം പറ്റിയാണ്, എല്ലാ മക്കളെ വിളിക്കണം. നീ എന്നെ പഠിപ്പിച്ചു വെച്ചത് ഇതിനകത്ത് പൈസയും കൂടെ കയറ്റിക്കോണം. ഇത് പിന്നെ ആരെ ആരാടി കെട്ടത്? കേട്ടിക്കൊണ്ടിരുന്നത് ആ പിന്നെ ആരാടി? 2 പേർക്കും കൊടുത്തില്ലേ? ഞാനാ ഇത് സ്വിച്ച് ഓൺ ആക്ക്. പറയാൻ പറ്റുമോ? ഒരു തിരിച്ചിട്ട് അപ്പുറത്തെ സ്വിച്ച് കവർ എടുക്ക്. അച്ചമ്മയ്ക്ക് കൊടുത്തേര്. അച്ചമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് വന്നേക്കുന്നതാണ് നമ്മുടെ. അയ്യോ കിട്ടുന്നില്ല, ഞാൻ അവിടെ ഇരുന്നോണ്ടിരുന്നു. അതെ ഞാൻ തന്നെയല്ല, ഇത് എൻ്റെ ചേച്ചിക്കുട്ടി റാണി ചേച്ചി തന്നാ കേട്ടോ. റാണി ചേച്ചി അമ്മൂൻ്റെയിൽ കൊടുത്തു വിട്ട സാരിയാ. എല്ലാവരും ഗസ് ചെയ്ത് തോന്നുന്നു ഉഷയമ്മയ്ക്കാണോ അത്. പക്ഷെ അമ്മ ഏതോ ഒരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കൊരു ഓറഞ്ച് സാരി മേടിച്ച് തരണം കേട്ടോ എന്നോട്. ഞാനല്ല, ഒരു ഓറഞ്ച് സാരി വേണമെന്ന് എന്നോട് ഒരു ദിവസം പറഞ്ഞായിരുന്നു. ഇടയ്ക്ക് എനിക്കൊരു ഓറഞ്ച് സാരി വേണമെന്ന് പറഞ്ഞായിരുന്നു. അത് പക്ഷെ വീഡിയോയ്ക്കകത്ത് റാണി ചേച്ചി കേട്ടോണ്ടിരുന്നിട്ട് മേടിച്ച് അയച്ചു തന്ന. ഇതിന് ചുമപ്പ് കളേഴ്സൊന്നും വേണ്ട അമ്മയ്ക്ക്. ചുമപ്പില്ലേ അമ്മയ്ക്ക്? ചുവപ്പൊന്നും വേണ്ടല്ലോ, ഭയങ്കര കളറാണ്. ഇല്ലേ? ചുമന്നില്ല. കളറാടി എടുക്കുന്നത്. ആ പുതിയ ബ്ലൗസ് പറ്റുമെന്ന് തോന്നുന്നു അമ്മയ്ക്ക് ഇടയ്ക്ക് തയ്ച്ചത്. ഏതാ ഗോൾഡൻ മരി ഉണ്ടോ അതിനകത്തെ? മറ്റേ സാരി നീലല്ലമ്മയത് ഈ പുത്തം തയ്ച്ചത്. ഈ സാധനം പോലെയല്ലേ ആ ഗോൾഡൻ കളറാണേ മതി. ഈ കളർ പോലത്തെ. ആ കളറാണേ മതി. ഏത് ഉലുവ കളറോ? ഉലുവല്ല, ഇത് കണ്ടോ? ആ ഗോൾഡൻ കളറാണേ മതി, അത് മതി. അതുപോലെ ഇരിക്കും അത്. എന്നാ ഒന്നിനും പഠിത്തമൊന്നുമില്ല. അമ്മ ഇട്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് ചിപ്പി സാരി താത്ത് വെക്കുന്നില്ല കേട്ടോ. പൊതിഞ്ഞ് കേട്ടണേന്ന് കേട്ടോ ചിപ്പി. ചുമല ബ്ലൗസ് ഇല്ലല്ലോ, അല്ല ഒന്ന് ഉടുത്തു നോക്കാൻ. എല്ലാ സാരി ഒത്തു പോകും. ആ കളർ എന്തോ ഭയങ്കരമായിട്ട് അങ്ങ് പിടിച്ചു വന്നു. 2-3 പ്രാവശ്യം തോളക്കൂടെ ഒക്കെ ഒന്ന് ഇട്ട് നോക്കി. അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടോ? ആണോ? ഇത് ആരാന്നറിയാം, മൂക്കൂത്തി കുത്തി കൊടുക്കാൻ പറഞ്ഞില്ല എന്നോട്. റാണി ചേച്ചി ചേച്ചി ഉണ്ട് എനിക്ക്. ചേച്ചി പറഞ്ഞു മൂക്ക് നല്ലതാണല്ലോ, കുത്തിയത് എൻ്റെ മൂക്ക് കുത്തി തരണം അങ്ങനെ ഇവിടെ ഒരു ദിവസം പറഞ്ഞില്ലേ? ആ അന്നേരം പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു അമ്മയ്ക്ക് മൂക്കുത്തി ഇഷ്ടമാണ്, കൊണ്ട് കുത്തി കൊടുത്തേരേ. ആ ഞാൻ പിന്നെ പറഞ്ഞു ചുമ്മാ പറഞ്ഞത്. അപ്പോൾ അതിന് അത് ഓർത്തിരുത്തിട്ട് കണ്ടാന്ന് തോന്നുന്നു സാരി വാങ്ങിച്ചു തന്നെ. നല്ല സാരി, നല്ല സാരിയാണ്. ആ ഉടുത്താലും ഒതുങ്ങി കിടക്കും. പിന്നെ കഴുകാം. ആണോ? ദിവസം കൂടെ ഉണ്ട് കേട്ടോ. അത് അവിടെ തിരിച്ചാ പിടിച്ചേക്കുന്നടി. ആ താഴ്ഭാഗം ആ തേരുവശം തിരിച്ചിട്ട് നല്ല വശം ഇട്ടെ. അല്ല അത് ബ്ലൗസാ അല്ലേ? ആ അപ്പത്തെ സൈഡാ നല്ലത്. ഓ എൻ്റെ ദൈവമേ, ആ ഏതായാലും 2 കൊടുക്കത്തുള്ളൂ അല്ലേടി? ഏത് സാരി ഒരു 56,000 സാരി ഉണ്ട്, പക്ഷേ ഏതായാലും 2 കൊടുക്കും. എൻ്റെ സ്വഭാവം അതാ, എനിക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ അത് തന്നെ ഇട്ടോണ്ടിരിക്കും. രാവിലെ കഴിച്ചില്ല, കാപ്പി കുടിച്ചില്ലെന്നൊക്കെ പറഞ്ഞു കേട്ടോ. സാരി കണ്ടപ്പോൾ വിശപ്പും കൂടെ പോയത്.
പറഞ്ഞ അതിനെ അത് പോയിട്ട് ഇന്ന് ഞാൻ ഇവിടെ അങ്ങ് മടുത്തേണ്ടിയിരുന്നു. അത് കഴിഞ്ഞ് സാരി കിട്ടി, സാരി ഇഷ്ടപ്പെട്ടോണ്ട് വിശപ്പും പോയി. അങ്ങ് ഇരുന്ന് പോയി. എൻ്റെ പൊന്ന് ദൈവമേ മതി. വെയിറ്റ് നോക്കാൻ ചിപ്പിമോട് പറഞ്ഞിട്ട് എടുത്തോണ്ട് പാടിയുന്നു. ഈ എല്ലാം നോട്ടോ. എനിക്ക് 63. എനിക്ക് കുറയുമായതല്ലേ? എനിക്ക് കുറഞ്ഞില്ല, അതേ വരുന്നില്ല. ആണോ? അല്ല 63 ഉള്ളൂ, നിനക്കത് കുഴപ്പമില്ല. നോക്കട്ടെ ആ അതാ ഞാൻ പറഞ്ഞത്. ഇത് ഞാനിവിടെ വരുമ്പോ അനക്കും പൊട്ടോ പൊട്ടോ. ആ നേരെ വയ്ക്കി. 78. മുടി വെട്ടാൻ പോവാട്ടോ. കല്യാണത്തിന്, അച്ചുവിൻ്റെ കല്യാണത്തിന് മുടി വെട്ടിയതാ. ഇപ്പോഴും ഭയങ്കരമായിട്ട് വളർന്നു. അതിന് പറഞ്ഞൊക്കെ വിടുന്നുണ്ട് അമ്മയും മകളും. എങ്ങനെ വരുന്നത്? ഒരു ചട്ടി ഓർഡർ ചെയ്ത് വരുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിരി ചിക്കൻ അധികം വറക്കാൻ പോവാന്നാ പറഞ്ഞേ. പക്ഷെ നല്ല കനമുണ്ട്. ആ കനമുണ്ട്. പക്ഷെ അതിന്റെ പിടിയൊക്കെ കണ്ടിട്ട് ഞാൻ ഓർത്ത് കുറഞ്ഞതാണെന്ന്. ലോക്കലാണെന്ന് അത്. പക്ഷെ സാധനം നല്ലതായിരിക്കും. സവോള വറക്കാനും ചിക്കൻ വറക്കാനും ഓർഡർ ചെയ്ത് വരുത്തിയതാ. ഓ ഇനി പുതിയ ചട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടേ ഇന്ന് ഫുഡ് കിട്ടത്തുള്ളടാ. എന്റെ ദൈവമേ മതി. എന്താ മോന്റെ അവരിവിടെ ഇല്ലാത്തത് ഭാഗ്യം. എന്താ മോന്റെ ആരെങ്കിലും വന്ന് ചോദിച്ചാല് നല്ല 5-6 ഉരുളങ്കല്ല് എടുക്കും വഴി ഇറങ്ങിട്ട് ഏറും. മാലയൊന്നും കൊടുക്കാൻ അപ്പച്ചിക്ക് പെയിന്റ് അടിയാന്ന് പറഞ്ഞേനാ കേട്ടോ. ഇത്തരം പറഞ്ഞേ സാരി കൊണ്ട് കൊടുത്തില്ലേ? പരിപ്പോട കേട്ടോ അടിക്കുന്നത്. ഞാൻ കൊണ്ട് കൊടുത്ത അല്ല പരിപ്പോട പഴമല്ലേ. എന്നെ ഉണ്ടക്കല്ലെടുത്ത് എറിയണോന്ന്. ഇത്ര നല്ല അമ്മേനെ എവിടെ കിട്ടും? എറിയൂന്ന്. ഇത്ര നല്ല വെല്ലുമേനെ എവിടെ കിട്ടൂടി? എന്റെ മക്കളെ അറിയാൻ പറ്റുമോ? മക്കളെ കുഞ്ഞുമക്കളെ മാല ചോദിക്കുന്നവരെ. ഞാനല്ലേ ചോദിച്ചു, നീയല്ലേ ചോദിച്ചേ? അപ്പച്ചിക്ക് കൊടുക്കുന്നത് അല്ല അപ്പച്ചിക്ക് കൊടുക്ക അച്ഛമ്മേന്ന്. എന്താ പോന്നെ, മാലയും വേണ്ട കമ്മനും വേണ്ട. ജീവനോടെ വിടാൻ പറ്റുമോ? കൊല്ലാതിരിക്കാൻ പറ്റും. പോവാ ഒരുത്തി ഉച്ചമയക്കത്തിലാ. കാണിക്കല്ലെന്ന് പറഞ്ഞു. വേണം പില്ലോ ഒക്കെ ഒന്ന് ചെറുതായിട്ട് കാണിക്കാം. ആണോ? എന്നാ പോവാ പിള്ളേരെ. ടാറ്റ. വയറ് ഫുള്ളായിട്ട് നിറഞ്ഞു കേട്ടോ. ഇന്ന് ചിപ്പിയുടെ സ്പെഷ്യൽ ബിരിയാണി ആയിരുന്നു. നല്ലായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു. എനിക്ക് കുഞ്ഞരി വലിയ ഇഷ്ടമില്ലാത്ത, പക്ഷെ ഇന്ന് എടി ആരെങ്കിലും വെച്ച് തരുമ്പോൾ ഭയങ്കര ഇഷ്ടം തോന്നുന്നേ. ഇല്ല കുഴപ്പമില്ല. അയ്യോ തലമുടി അടുക്കാണത് പറയുന്നത്. നല്ല സൂപ്പറായിരുന്നു എൻ്റെ ചിപ്പി. എനിക്ക് ഇഷ്ടപ്പെട്ടു. വയറ് നിറഞ്ഞു. ഇന്നത്തേന് ഇനി ഒന്നും കഴിക്കണ്ട. വയറ് നിറച്ച് കഴിച്ചു. പിന്നെ എന്നാ വെയിറ്റ് ഇച്ചിരി കുറച്ച് കൊണ്ടിരുന്ന ഞാൻ. ഇങ്ങനെ തിന്നുമ്പോഴത്തേക്കോ എന്നാ പോവാമേ. അമ്മ ഇത് കടിച്ചു പറിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുറുക്കാനാ കേട്ടോ. അല്ല എപ്പ നോക്കിയാലും ഈ തള്ളക്ക് കടിച്ചു പറിയാണല്ലോ. കടിച്ചു പറിച്ചോണ്ടിരിക്കുന്നത് മനുഷ്യനോർക്കും. അതെ ആർക്കും അറിയത്തില്ല. എന്താ പൊന്നെ, ഇവര് പാരമ്പര്യ മുറുക്കുകാരാണ് കേട്ടോ. മുറുക്കരുതെന്നൊക്കെ ഞങ്ങൾ പറയും. അതാ തന്നെ മറ്റേ ഒന്നുമില്ലാലും വേണ്ടിയല്ല മുറുക്കാൻ കറക്റ്റ് മേടിച്ചു കൊടുത്തോളൂ. അല്ലേ സിന്ധു? തിന്നാൻ പറ്റില്ല. എന്നാ ശരി പോവാ. അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു കേട്ടോ. വീട്ടിൽ പോയി അമ്മയ്ക്ക് സാരി കൊടുക്കുന്നത് ഭയങ്കര സന്തോഷമായി പോയി കേട്ടോ. അപ്പോൾ സാരി വാങ്ങിച്ചു തന്ന ചേച്ചിക്കുട്ടിയോട് ഒത്തിരി താങ്ക്സ് കേട്ടോ. എനിക്കിപ്പോഴാണ് സമയം ഒന്നും കൊണ്ട് കൊടുക്കാനായിട്ട്. അത് കഴിഞ്ഞപ്പോൾ മോനെ പണിയും തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടേ ഭയങ്കര സന്തോഷമായിപ്പോയി. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇനി എപ്പോഴും അത് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം. പിന്നെ സന്തോഷിൻ്റെ അടുത്ത് പോയി അപ്പം തന്നെ തിരിച്ചു വരാൻ പെട്ടെന്ന് വരാമെന്നൊക്കെ കരുതിയാണ് പോയത്. അപ്പോൾ ചിപ്പിമോട് ഭയങ്കര നിർബന്ധം. അപ്പോൾ എത്ര ദിവസമായി വന്നിട്ട് ഇവിടെ നിൽക്കുകയെ ബിരിയാണി ഉണ്ടാക്കി തരാമെന്ന്. പ്രലോഭനത്തിൽ വീക്കാൻ ഇച്ചിരി വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാനോർത്ത് ഈ ഒരാഴ്ച മൊത്തം പിള്ളേർ അമ്മൂക്ക് വന്നപ്പോൾ മുതൽ ഞാൻ ചോറൊക്കെ കഴിച്ചു. ഇച്ചിരി അമ്മൂക്ക് വന്നപ്പോൾ അങ്ങനെ കഴിച്ചില്ലായിരുന്നു. പെയിൻ്റ് അടിക്കാരും പണിക്കാരും എല്ലാം ഉള്ളപ്പോഴത്തേനും ഉച്ചയൊക്കെ ആയപ്പോഴത്തേനും എനിക്ക് വിശക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് സ്പെഷ്യലായിട്ട് അന്നേരം മറ്റേ ഇതൊക്കെ അരിഞ്ഞ് കഴിക്കാൻ സമയം കിട്ടാഞ്ഞുകൊണ്ടൊക്കെ ഇച്ചിരി ചോറൊക്കെ കഴിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് എൻ്റെ വെയിറ്റ് കൂടിക്കോണം ദൈവമേ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചായിരുന്നു കേട്ടോ. പക്ഷെ വെയിറ്റ് കൂടിയിട്ടില്ല, കുറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ കണ്ടമാനം വലിച്ചു വരെ കഴിക്കുന്നില്ലായിരുന്നു. അങ്ങനെ അപ്പം ഇന്നാലും അവിടെ ചെന്നിട്ട് ചെറുകടിയൊക്കെ അത് കഴിക്കടി ഇത് കഴിക്കടി. ഞാൻ ബേക്കറി അതൊന്നും കഴിച്ചില്ല. ചപ്പാത്തി കഴിക്കുക കപ്പ കഴിക്കുക ഒന്നും കഴിച്ചില്ല. അത് കഴിഞ്ഞ് പോകണ്ട ബിരിയാണി കഴിച്ചത് വയറ് ഫുള്ളായിന്ന് വെച്ചാൽ ഫുള്ളായി. ഈ അടുത്ത കാലത്തേക്ക് ഇത്രയും കഴിച്ചിരുന്ന എനിക്ക്
ഇപ്പം ഞാൻ ഫുഡൊക്കെ വളരെ കുറച്ച് കഴിക്കുന്നുണ്ടല്ലോ, അത്യാവശ്യം ഇച്ചിരി ക്വാണ്ടിറ്റി കഴിച്ച് കഴിഞ്ഞാൽ എനിക്ക് വയറ് ഫുള്ളായിട്ട് നിറഞ്ഞിരിക്കും. ഇനി ഇന്നത്തേനും എനിക്കൊന്നും വേണ്ടടി വിവോളെന്ന് പറഞ്ഞാൽ പോകുന്നത്. അപ്പോൾ അവൾ നല്ല മറ്റേ കുഞ്ഞരിയാണ്. സാധാരണ എനിക്ക് ആ കുഞ്ഞരിയുടെ അത്ര വലിയ ഇഷ്ടമില്ല. സാധാ വലിയൊരു ബാസ്മതി റൈസോ ഇന്ത്യ ഗേറ്റോ ഒക്കെയാണ് എനിക്ക് ഇഷ്ടമുള്ളത്. കുഞ്ഞരി വലിയ ഇഷ്ടമില്ല. പക്ഷേ ഇന്ന് നല്ല ടേസ്റ്റ് ആയിരുന്നു. ചിപ്പി വെച്ചിട്ട് നല്ല രുചി ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേറെ നിറച്ച് കഴിച്ചു. ഒരു കൊതുക് കയറിയിട്ടുണ്ട്. കഥ അടച്ചിട്ട് ഇട്ടിൽ അന്നേരം കയറും. അപ്പം അങ്ങനെ ഇനി ഭിത്തിയിലൊക്കെ അടിച്ച് പൊട്ടിച്ച് വെക്കുന്നു. നമ്മുടെ ഭിത്തിയെ സ്റ്റിക്കർ ഒട്ടിക്കണ്ടെന്ന് ഒത്തിരി കമൻസ് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ പറയുന്നത് സ്റ്റിക്കർ ചേട്ടാ ഓർഡർ ചെയ്തു. ഇനിയിപ്പോൾ നമ്മൾ പൈസ കൊടുത്തത് മേടിച്ചല്ലേ, അത് തന്നെയാണ് നമ്മളിവിടെ ഒക്കെ ചെയ്തെങ്കിലും വീണ്ടും അവിടെ ഒക്കെ അങ്ങനെ ആയി വരുന്നുമുണ്ട്. അതൊരു വിഷമം എന്നെ ചെയ്യാനാ. ഇപ്പം നമ്മൾ ഇവിടുത്തെ ബാത്റൂം ഉപയോഗിക്കാതൊക്കെ നോക്കുക, എന്നിട്ടും ആ ഭിത്തിയൊക്കെ അങ്ങനെ ചെറുതായിട്ട് വരുന്നുണ്ട് ഇപ്പോഴും. ഇനി എത്ര ദിവസം നിൽക്കുക, അങ്ങനെ നല്ലതായിട്ട് കിടക്കുമെന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഇനി ഓർഡർ ചെയ്ത് ക്യാൻസലാക്കാനും പറ്റത്തില്ല. ഇത്രയും ദിവസമായി പോയില്ല ചേട്ടാ. അന്ന് തന്നെ ഓർഡർ ചെയ്തായിരുന്നു. നോക്കട്ടെ ഇനിയിപ്പം കൊണ്ടുവന്ന് വെച്ച് ഒട്ടിക്കുന്നില്ലെന്ന് പറഞ്ഞാൽ ദേശീയ സങ്കടമൊക്കെ ആവുകയും ചെയ്യുമായിരിക്കും. എന്തെങ്കിലും ചെയ്യാം നമുക്ക്. കുറേ പേരുടെ കമൻസ് കണ്ടിട്ടുണ്ടായിരുന്നു, ഇനി അത്രയും നല്ല വീടാക്കിയില്ലേ സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് കാണുമ്പോൾ ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. എന്തായാലും നോക്കാം. പിന്നെ അവന് മരിച്ച വീട്ടിലൊക്കെ ഒന്ന് പോയി ഒരു ചേട്ടനാണ് കേട്ടോ, പ്രാണൊരു ചേട്ടനായിരുന്നു. എന്നാലും എന്നാ പറഞ്ഞാൽ ചേച്ചിക്ക് അവർക്ക് ആ കുടുംബത്തിനൊക്കെ ഭയങ്കര വിഷമവും സങ്കടവും. എത്രയാണെന്ന് പറഞ്ഞാലും കണ്ണോടൊപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല. നിസ്സാരം ഒരു ദിവസം ചേട്ടായി ഇവിടുന്ന് പണിയാൻ പോകാതെ ഇരിക്കുകയും എന്തെങ്കിലുമൊക്കെ ഇതാകുമ്പോഴത്തേനും വീട്ടിൽ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ ഞാൻ ഓർക്കും എപ്പോഴും, ദൈവമേ കണ്ണോടൊപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല അല്ലേ. നമുക്ക് ഓരോ സാധനങ്ങളും നമ്മുടെ എത്ര വയസ്സായിക്കോട്ടെ, എത്ര പ്രായമായിക്കോട്ടെ, നമ്മുടെ കൂടെ ഉള്ള ആൾ പെട്ടെന്ന് ഇല്ലെന്നായി പോകുമ്പോഴത്തേനും ഒരു വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. എൻ്റെ ദൈവമേ. പക്ഷേ ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. പൊരുത്തപ്പെട്ട് പോയേ പറ്റത്തുള്ളൂ അല്ലേ. പാവം ആ ചേച്ചിക്കൊക്കെ എല്ലാ ഇതിനുള്ള ശക്തി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അല്ലാണ്ട് നമുക്ക് എന്നാ ചെയ്യാൻ പറ്റും. പിന്നെ വീട്ടിൽ പോയിട്ടല്ലേ സന്തോഷിനെ കണ്ടു. പിന്നെ വന്ന വഴിക്ക് ശ്രീകുട്ടനെ കണ്ടു. ശ്രീകുട്ടൻ പറഞ്ഞു പിന്നെ അപ്പച്ചി കുറേ തക്കാളിക്കായും കുറേ പച്ചക്കറിയെല്ലാം മറിച്ച് കഴിഞ്ഞ ആഴ്ച കണ്ട് കുട്ടായി ഇങ്ങോട്ട് വരാനായിട്ടൊക്കെ ഒരുങ്ങിയായിരുന്നെന്ന്. അപ്പോൾ അമ്മയുണ്ടായിരുന്നു കേട്ടോ എൻ്റെ കൂടെ. അപ്പം ശ്രീകുട്ടനെയും കണ്ടു കുറച്ച് ദിവസം കൂടി. അവനും എന്നാ പറയുന്നത് സന്തോഷമൊക്കെ ആയിട്ടിരിക്കുന്നു. ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതൊക്കെ നിങ്ങൾ അവരുടെ വീഡിയോയിലൂടെ അറിയുന്നുണ്ടല്ലോ. അപ്പം എല്ലാം നല്ല രീതിയിലൊക്കെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ എല്ലാം നല്ല ഇതാവട്ടെ, എല്ലാ കുഞ്ഞുങ്ങളും നല്ല ഇതാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇന്ന് ഹെന്നയൊക്കെ ഇന്നലെ രാത്രി കുഴച്ച് വെച്ചു. ഇന്ന് രാവിലെ എണീറ്റ് അതൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. പക്ഷെ രാവിലെ എണീറ്റപ്പം മരണവും കാര്യങ്ങളും. പിന്നെ എന്നോട് പറഞ്ഞു എടി ആ സാരിയൊക്കെ കൊണ്ട് കൊടുത്തിട്ട് വാമയ്ക്ക് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നിട്ട് ചെയ്യുക ഹെന്നയൊക്കെ എന്ന് വിചാരിച്ചുകൊണ്ടാണ് പോയിട്ട് വന്നത്. പക്ഷേ ഇനിയിപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1.5 മണിക്കൂർ ഇത് തലേ വെച്ചുകൊണ്ടിരിക്കണം. അത് കഴിഞ്ഞ് പിന്നെ കഴിയുമ്പോഴത്തേനും ലേറ്റ് ആവും. പിന്നെ സന്ധ്യയ്ക്ക് മുമ്പേ മുടി ഉണങ്ങത്തില്ല. പിന്നെ തുമ്മലും ചീറ്റലും കൂടും. അതുകൊണ്ട് വേണ്ടാന്ന് വിചാരിച്ചു. നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു. കലക്കി വെച്ചു എന്നും പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ മുട്ടയൊന്നും ചേർത്തിട്ടില്ലല്ലോ. അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പം നാളെ എണ്ണയൊക്കെ ചെയ്യാം. ഇന്നിങ്ങനെ അങ്ങ് പോട്ടെ. ഇന്നിനി ദേഹമൊക്കെ ഒന്ന് കഴുകി ചേട്ടായി വരുമ്പത്തിന് ഇച്ചിരി ചോറൊക്കെ വെച്ച് ചപ്പാത്തിയും കപ്പയും ഇരിപ്പുണ്ട്. ചോറ് വേണമെന്ന് ചോദിച്ചിട്ട് അല്ലെങ്കിൽ ലേശം നാഴിയരിയിട്ട് ചോറ് ഒക്കെ ഒന്ന് വെച്ച് റെഡിയാക്കി വെച്ചുകൊണ്ടിരിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഇഷ്ടമായെങ്കിൽ ഓടിപ്പോയി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ഇടുക. കൂട്ടത്തിലും അവരോടൊന്നും തിരിച്ചു പിടിച്ചാൽ കേട്ടോ. അപ്പോൾ പുതിയൊരു ഹാപ്പി വീഡിയോ വരുന്നവരെല്ലാവർക്കും ചേട്ടാ.